ബഹാവുദ്ദീൻ നദ്വിയുടെ മടവൂർ പ്രസംഗം വർഗീയത പരത്താനുള്ള ശ്രമമായിരുന്നുവെന്ന് സിപിഎം നേതാവ് നാസർ കൊളായി. മതവും രാഷ്ട്രീയവും തമ്മിൽ സംഘർഷമുണ്ടാക്കാനാണ് നദ്വി ശ്രമിച്ചത്. മടവൂരിൽ നടന്ന സിപിഎം പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു നാസർ കൊളായി. സമസ്ത മുശാവറ അംഗം ബഹാവുദ്ദീൻ നദ്വിയുടെ അധിക്ഷേപ പ്രസംഗത്തിനെതിരെ മടവൂരിൽ സിപിഐഎം രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം സംഘടിപ്പിച്ചു. EMSന്റെ മാതാവിനെ നദ്വി അനാവശ്യമായ വിവാദത്തിലേക്ക് വലിച്ചിഴച്ചത് ബോധപൂർവമാണെന്ന് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത നാസർ കൊളായി പറഞ്ഞു. മതവും രാഷ്ട്രീയവും തമ്മിൽ സംഘർഷമുണ്ടാക്കാനായിരുന്നു ശ്രമം. എന്നാൽ പ്രവാചകന്റെ ഭാര്യയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകാർ എവിടെയും ഒന്നും പറഞ്ഞില്ല. മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഭാര്യയെ കൂടാതെ വൈഫ് ഇൻചാർജുമാരുണ്ടെന്നായിരുന്നു ബഹാവുദ്ദീൻ നദ്വിയുടെ അധിക്ഷേപ പരാമർശം. കാണാത്ത കാര്യങ്ങൾ പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമല്ലേ എന്ന് നാസർ കൊളായി ചോദിച്ചു. MLA, മന്ത്രി, MP അവർക്ക് വെപ്പാട്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാനാണ്. ഭാര്യയ്ക്ക് പുറമെ സ്റ്റെപ്പിനി ഉണ്ടെന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാനാണ്. ഇയാൾ കണ്ടിട്ടുണ്ടോ? ഈ നദ്വി കണ്ടിട്ടുണ്ടോ? കാണാത്ത കാര്യങ്ങൾ ഇയാൾ പറയുന്നത് ഇസ്ലാമിക നിയമത്തിനെതിരല്ലേ? ഇയാൾ എങ്ങനെ ഇസ്ലാമിക പണ്ഡിതനാവുക? പള്ളിയും മദ്രസയും നിർമ്മിക്കാൻ നിയമം കൊണ്ടുവന്നത് EMS സർക്കാരാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക അക്കാദമിയാണ്, യൂണിവേഴ്സിറ്റിയല്ല. എന്നിട്ടും നദ്വി വൈസ് ചാൻസലറാണെന്ന് പറഞ്ഞിരിക്കുന്നു. നദ്വിക്ക് CPIM-നോടുള്ള വിരോധം എന്തുകൊണ്ട് UDF-ലെ ഇടതു പാർട്ടികളോടില്ലെന്നും നാസർ കൊളായി ചോദിച്ചു. മടവൂരിൽ നദ്വി നടത്തിയ വിവാദ പ്രസംഗം സമസ്ത നേതൃത്വം തള്ളിപ്പറഞ്ഞിട്ടും നിലപാട് മാറ്റാൻ നദ്വി തയ്യാറായിട്ടില്ല. കൈരളി ന്യൂസ്, കോഴിക്കോട്.